ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. ചെറുപ്പക്കാർക്ക് ഉണ്ടാകുന്ന ഹൃദയാഘാതം, കുഴഞ്ഞു വീണുള്ള മരണങ്ങൾ ഇന്ന് പലപ്പോഴായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട് അല്ലേ. ഇത് ചെറുപ്പക്കാരെ, യുവാക്കളെ ഒരുപാട് അസ്വസ്ഥതപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. പലപ്പോഴും നന്നായിട്ട് വ്യായാമം ചെയ്ത് ഹൃദയത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി എത്രത്തോളം മുൻകരുതൽ എടുത്താലും വീണ്ടും ഹൃദയാഘാതം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള ഭയം ഒരുപാട് പേരിലുണ്ട്. ഇതിൻ്റെ ഏറ്റവും അവസാനത്തെ സംഭവമാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് കർണാടക സൂപ്പർ സ്റ്റാർ ആയിരുന്ന പുനിത് രാജ്കുമാർ വെറും 46 വയസ്സിൽ നന്നായിട്ട് ശരീരത്തിൻ്റെ ഫിറ്റ്നസ് ഉണ്ടായിരുന്ന അദ്ദേഹം പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വന്ന് മരണപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായത്. ഈ ഒരു അവസ്ഥയിൽ നമ്മൾ എന്തൊക്കെ ചെയ്തിരുന്നാലും നമുക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു പോകുമോ എന്നുള്ളൊരു ഭയം പലരിലും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹൃദയാഘാതത്തിൻ്റെ സാധ്യത ഒഴിവാക്കുന്നതിന് വേണ്ടി, അതായത് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണം, പ്രത്യേകിച്ച് നമ്മുടെ ഭക്ഷണത്തിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഞാൻ വിശദീകരിക്കാം. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ വ്യായാമം ചെയ്തിരുന്നാലും നമ്മുടെ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്തിരുന്നാലും ഹൃദയത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതിൽ നമ്മൾ കഴിക്കുന്ന ഫുഡുകൾ, ഭക്ഷണം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഹൃദയാഘാതം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ചെറുപ്പക്കാർ, അതായത് ചെറുപ്പം മുതൽ തന്നെ നമ്മൾ കഴിച്ചിരിക്കേണ്ട 8 ഇനം ഭക്ഷണങ്ങൾ ഞാൻ വിശദീകരിക്കാം. ഈ ഭക്ഷണങ്ങൾ നമ്മൾ വല്ലപ്പോഴും കഴിച്ചാൽ പോലും കേട്ടോ, നമ്മുടെ ജീവിതചര്യയുടെ ഭാഗമാക്കി നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ നമുക്കൊരു വലിയ ശതമാനത്തോളം ഹാർട്ട് അറ്റാക്ക് പോലുള്ള ഇഷ്യൂസിനെ കുറച്ച് നിർത്താൻ സാധിക്കും. ഞാൻ പറഞ്ഞതല്ല, ലോകത്ത് നടത്തിയിട്ടുള്ള പല പഠനങ്ങളും തെളിയിച്ചിട്ടുള്ളതാണ്. ആദ്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയുമാണ്. പലപ്പോഴും നമുക്ക് വയററിയാതെ ഭക്ഷണം കഴിക്കുക, അതായത് അമിതമായിട്ട് വയറ് നിറയുന്ന പോലുള്ള ഒരു ഭക്ഷണശീലം എന്ന് പറയുന്നത് ഹൃദയത്തിന് ഏറ്റവും അപകടകരമാണ്. അതുകൊണ്ട് ഭക്ഷണത്തിൻ്റെ അളവ് നിയന്ത്രിക്കുക എന്നുള്ളതും ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സമയത്തിന് ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. നമ്മൾ മലയാളികളുടെ ഒരു ലൈഫ് സ്റ്റൈൽ നിങ്ങൾക്കറിയാം അല്ലേ. ഏതെങ്കിലും സമയത്താണ് രാവിലെ നമ്മൾ ഫുഡ് കഴിക്കുന്നത്, ഉച്ചയ്ക്ക് ഒരുപക്ഷെ ടൈമിൽ കഴിച്ചാലായി, രാത്രി നമ്മളെല്ലാ ജോലിയും കഴിഞ്ഞതിന് ശേഷം ഒരുപക്ഷെ കടയിൽ നിന്ന് വാങ്ങുന്ന ഫുഡോ വീട്ടിലുണ്ടാക്കുന്ന ഫുഡുകളോ പൊരിച്ചതോ എല്ലാം രാത്രി കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു. ഈ ഒരു രീതിക്കുള്ള ഭക്ഷണക്രമം, അതായത് നമ്മൾ ടൈം തെറ്റിയുള്ള ഭക്ഷണക്രമം നമ്മുടെ ഹൃദയത്തിന് ഏറ്റവും കൂടുതൽ ദോഷകരമാണ്. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മുടെ ശരീരത്തിനകത്ത് ഒരു ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ട്. നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് എല്ലാ ദിവസവും രാവിലെ നമ്മൾ ക്ലോക്കിൽ ടൈം സെറ്റ് ചെയ്യാതെ തന്നെ നമ്മൾ ഉണരുന്നു, ഭക്ഷണം കൃത്യസമയത്ത് കഴിക്കാനായിട്ട് വിശപ്പ് വരുന്നു. ഈ ഒരു രീതിയിൽ നമ്മുടെ ശരീരത്തിനകത്ത് ഒരു ക്ലോക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ക്ലോക്കിനനുസരിച്ച്, അതായത് നിങ്ങൾക്ക് രാവിലെ വിശപ്പ് വരുന്ന കൃത്യമായിട്ടൊരു സമയമുണ്ടാവും. ചിലർക്കിത് 7 മണിയായിരിക്കാം, ചിലർക്ക് 8 മണിയായിരിക്കാം. ഇത്തരത്തിൽ വിശപ്പ് വരുന്ന സമയത്ത് നിങ്ങൾ ഭക്ഷണം കഴിച്ചിരിക്കണം. ഇതൊന്നാമത്തെ കാര്യം. അത് രാവിലെ ആയിക്കോട്ടെ, ഉച്ചയ്ക്കായിക്കോട്ടെ, വൈകിട്ടായിക്കോട്ടെ. രാത്രിയുള്ള ഭക്ഷണം 7 മണിക്ക് പരമാവധി അവസാനിപ്പിക്കുക. 7 അല്ലെങ്കിൽ 7:30. കാരണം നമ്മൾ മലയാളികൾ ഒന്ന് ഫ്രീ ആവാനായിട്ട് പരമാവധി 7:30 മണി വരെ ആവും. ഈ ഒരു സമയത്തിന് നിങ്ങൾ ഫുഡ് അവസാനിപ്പിക്കുക. യാതൊരു കാരണവശാലും രാത്രി ലേറ്റ് ആയിട്ടുള്ള ഒരു ഭക്ഷണ രീതി ഒഴിവാക്കുക. ഹൃദയത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ശരീരത്തിലേക്ക് വളരെ കൂടുതൽ അൺവാണ്ടഡ് ആയിട്ട് ഊർജം, കാലറി എത്തുന്നതിനും ഇത് മുഴുവൻ സ്റ്റോർ ചെയ്യുന്ന ഒരു ലെവലിലേക്ക് പോകുന്നതിനും കാരണം രാത്രിയുള്ള ഭക്ഷണക്രമമാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ അളവാണ്. പലപ്പോഴും നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഫുഡ് കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ വിശന്നിരിക്കുകയാണെങ്കിൽ നമ്മൾ വളരെ പെട്ടെന്ന് കഴിക്കുകയും, പലപ്പോഴും നമുക്ക് വിശപ്പ് മാറിയിരുന്നാലും നമ്മൾ എഴുന്നേറ്റ് കഴിയുമ്പോൾ നമുക്ക് വയറ് വല്ലാണ്ട് നിറയുന്നത് പോലെ ഫീൽ ചെയ്യുകയും ചെയ്യും. പലപ്പോഴും നമ്മൾ അമിതമായിട്ട് ഫുഡ് കഴിച്ചു കഴിയുമ്പോൾ നമ്മൾ അപ്പോൾ ഒരു തീരുമാനം എടുക്കും, ഇനി ഇത്രയും ഞാൻ കഴിക്കില്ല. എന്നാൽ വീണ്ടും വിശപ്പ് വരുമ്പോൾ നമ്മൾ ഇത് തന്നെ ആവർത്തിക്കും. നമുക്ക് ഇഷ്ടമുള്ളൊരു ഫുഡ് കണ്ടാൽ നമ്മൾ വയറ് നിറയും, നമ്മൾ വയററിയാതെ കഴിക്കുക എന്ന് പറയില്ല, അത്തരത്തിൽ നിറഞ്ഞു പോകുന്ന ഒരവസ്ഥ വരും. ഇതിൻ്റെ കാരണം എന്തെന്ന് വിശദീകരിക്കാം. നമ്മുടെ കഴിക്കുന്ന ഫുഡ് നമ്മുടെ ആമാശയത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ലെപ്റ്റിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ടാകും. അതായത് ഫുഡ് ചെന്ന് നമുക്ക് വിശപ്പ് മാറി എന്നുള്ള ഒരു സൈൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നത് ഈ ലെപ്റ്റിൻ എന്ന് പറയുന്ന ഹോർമോണാണ്. ലെപ്റ്റിൻ എന്ന ഹോർമോൺ നമ്മുടെ ആമാശയത്തിലുണ്ടായി ഇത് നമ്മുടെ തലച്ചോറിലെത്തി. തലച്ചോറ് ഇതിനെ തിരിച്ചറിഞ്ഞ് നമുക്ക് മതി, നമുക്ക് വിശപ്പ് മാറി എന്ന ഒരു തോന്നൽ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഫുഡ് കഴിച്ചു തുടങ്ങി മിനിമം 20 മിനിറ്റ് സമയമാവും. നമ്മൾ മലയാളികളുടെ ശീലം എന്താണ്? ഫുഡ് കണ്ടു കഴിഞ്ഞാൽ, ഇഷ്ടപ്പെട്ട ഫുഡാണെങ്കിൽ ആദ്യത്തെ 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ പടപടേന്ന് കഴിച്ചങ്ങ് തീർക്കും. പലപ്പോഴും സംഭവിക്കുന്നത്, ഇത്തരത്തിൽ നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് വിശപ്പ് മാറി എന്ന തോന്നൽ വരുന്നതിന് മുൻപ് തന്നെ വയർ വല്ലാണ്ട് നിറഞ്ഞു കഴിഞ്ഞിരിക്കും. നിങ്ങൾ ഫോറിനേഴ്സ് അല്ല, അതായത് വിദേശത്തുള്ള യൂറോപ്യൻസ് എല്ലാം ഫുഡ് കഴിക്കുന്ന രീതി നിങ്ങൾ നോക്കി, അവർ വളരെ പതിയെ ഫുഡ് ചവച്ചരച്ച് ടേസ്റ്റോടുകൂടി കഴിക്കുന്നത് കാണാം. ഇത് ടേസ്റ്റ് തിരിച്ചറിയുന്നതിനോ ദഹനം കിട്ടുന്നതിനോ വേണ്ടി മാത്രമല്ല, നമ്മൾ പതിയെ ഫുഡ് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ വളരെ പെട്ടെന്ന് ലെപ്റ്റിൻ ഉണ്ടാകുന്നതിനും ഏകദേശം 15-20 മിനിറ്റ് സമയം കൊണ്ട് തന്നെ നമുക്ക് ഫുഡ് മതി എന്നുള്ള തോന്നൽ എത്തിക്കാനും കൂടെ വേണ്ടിയിട്ടാണ്.
സ്ലോ ആയിട്ട് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഇത് വളരെ പെട്ടെന്ന് തന്നെ കുറച്ച് ഫുഡ് കഴിച്ചാൽ തന്നെ വയറ് നിറഞ്ഞു എന്നൊരു ഫീലിംഗ് വരികയും ഹൃദയത്തിന് ഓവർലോഡ് വരികയുമില്ല. ഇനി നമ്മുടെ ഹൃദയാരോഗ്യത്തിന് വേണ്ട മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പ്ലേറ്റിൽ നമ്മൾ ഒരേ സമയം തന്നെ പലവിധ ഭക്ഷണങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. പലപ്പോഴും നിങ്ങൾക്കറിയാം ചോറ് കൂടുതൽ കഴിക്കുന്നത് ശരീരത്തിന് പ്രശ്നമാണ് എന്ന് നമുക്കെല്ലാം അറിയാമെങ്കിൽ പോലും നമ്മൾ ഒരു പ്ലേറ്റിൻ്റെ മുക്കാൽ ഭാഗത്തോളം ചോറും ഒരു കറിയും ഉണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യം സ്പീഡിൽ കഴിച്ചിട്ട് നമ്മൾ അടുത്ത ജോലിക്ക് വേണ്ടി പോകാറുണ്ട് അല്ലേ? എന്നാൽ ഈ ഒരു ഭക്ഷണ രീതി മാറ്റി നമുക്ക് വീട്ടിൽ കിട്ടുന്ന എല്ലാ ഫുഡുകളും, അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മൾ ഫുഡ് കഴിക്കാൻ എടുക്കുന്ന പ്ലേറ്റിനകത്ത് ഒരു പഴമുണ്ടാവണം, അത്യാവശ്യം കുറച്ച് ചോറുണ്ടാവണം, ഒരു അവിയലുണ്ടാവണം, സാലഡ് ഉണ്ടാവണം, ഇലക്കറി ഉണ്ടാവണം, മീനുണ്ടാവണം. മീന് നമ്മൾ സാധാരണ ചോറ് കഴിക്കാനായിട്ട് എടുക്കുമ്പോൾ ഒരു പക്ഷേ 1-2 ചെറിയ കഷ്ണം എടുക്കും. അതിനേക്കാൾ കറി വെച്ച മീന് നിങ്ങൾ 4-5 ചെറിയ മത്സ്യമായിക്കോട്ടെ കൂടുതൽ കഷ്ണം എടുക്കുക. അതോടൊപ്പം പച്ചക്കറികളും കൂടുതൽ എടുക്കുക. അതിന് തുല്യമായിട്ട് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ എടുക്കുന്ന ചോറിൻ്റെ അളവ് കുറയും. ഈ രീതിക്ക് നിങ്ങളുടെ ഫുഡ് പ്ലേറ്റിൽ ഒരു പ്ലേറ്റിൽ തന്നെ അനവധി ഭക്ഷണങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഗുണം എന്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ അരി ആഹാരം കൂടുതൽ കഴിക്കേണ്ട ഒരു സാഹചര്യം ഒഴിവാകും. രണ്ടാമത്തത്, ഒരേ സമയം നമ്മൾ പലവിധ ഭക്ഷണങ്ങൾ കുറച്ച് കുറച്ച് കഴിക്കുമ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് വയറ് നിറഞ്ഞു എന്നൊരു സംതൃപ്തി ഫീൽ കിട്ടുകയും ലെപ്റ്റിൻ ഹോർമോൺ വളരെ പെട്ടെന്ന് റിലീസ് ചെയ്യുകയും വയറ് നിറഞ്ഞ ഒരു ഫീലിംഗ്, ഒരു സംതൃപ്തി കിട്ടുകയും ചെയ്യും. ഇതും നമ്മുടെ ഹൃദയാരോഗ്യത്തിന് വളരെ അത്യാവശ്യമാണ്. ഇനി നിങ്ങൾ ചെറുപ്പക്കാർ ഹൃദയാരോഗ്യത്തിന് വേണ്ടി കഴിച്ചിരിക്കേണ്ട 8 ഇനം ഭക്ഷണങ്ങൾ എന്തെല്ലാം എന്ന് വിശദീകരിക്കാം. ഒന്നാമത്തത് നട്ട്സാണ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാവിധ നട്ട്സുകളും പരിപ്പ് വർഗ്ഗവും നിങ്ങൾ ഒരു ചെറിയ പിടി നിങ്ങളുടെ കൈപ്പത്തിയിൽ എത്ര വാരാൻ പറ്റുമോ അത്രയും കഴിച്ചിരിക്കുക. അതായത് മിനിമം 17 മുതൽ 25 ഗ്രാം വരെ നട്ട്സ് നിങ്ങൾ ഒരു ദിവസം ഫുഡിൽ ഉൾപ്പെടുത്തുക. നട്ട്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നട്ട്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കപ്പലണ്ടി ആയിക്കോട്ടെ, ബദാം ആയിക്കോട്ടെ, കാഷ്യൂ നട്ട്, പിസ്ത, വാൽനട്ട് പോലുള്ളവ നിങ്ങൾ ഉൾപ്പെടുത്തുക. ഇതിനകത്ത് പ്രധാനമായിട്ടുള്ളത് ഒന്ന് പ്രോട്ടീൻസ് ഉണ്ട്, അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ഉണ്ട്, പിന്നെ omega-3 ഫാറ്റി ആസിഡ്സ് ഉണ്ട്. അല്ലാതെ നമ്മുടെ ശരീരത്തിന് ഗുണകരമായിട്ടുള്ള ചില ഇനം അമിനോ ആസിഡ്സ് ഉണ്ട്. പതിവായിട്ട് നമ്മൾ ഈ നട്ട്സ് കഴിക്കുമ്പോൾ ഇതിനകത്തുള്ള അമിനോ ആസിഡ്സും നമുക്ക് ഗുണകരമായിട്ടുള്ള ഫാറ്റ്സും നമ്മുടെ രക്തത്തിനെ തിന്നാക്കുന്നതിന്, അതായത് രക്തം നേർപ്പിക്കുന്നതിന് സഹായിക്കുന്നു. മാത്രമല്ല നമ്മുടെ രക്തക്കുഴലിൻ്റെ ഉൾവശത്ത് ഉണ്ടാകുന്ന കേടുപാടുകൾ നിങ്ങൾക്കറിയാം. നമ്മുടെ ഹൃദയത്തിലെ ഒരു രക്തക്കുഴലിനകത്തൊരു ബ്ലോക്ക് വരണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ആദ്യം ഒരു ഇൻഫ്ലമേഷൻ, ഒരു നീർക്കെട്ട് വന്ന് ഒരു മുറിവ് വന്ന് ആ ഭാഗത്താണ് പലപ്പോഴും രക്തത്തിലുള്ള കൊഴുപ്പ് കട്ടകൾ വന്ന് അടിഞ്ഞുകൂടുന്നത്. എന്നാൽ നമ്മൾ ഇത്തരത്തിൽ നട്ട്സ് കഴിക്കുമ്പോൾ അതിനകത്തുള്ള omega-3 ഫാറ്റി ആസിഡ്സ് ആദ്യം പോയി നമ്മുടെ രക്തക്കുഴലിനകത്തുണ്ടാകുന്ന ഇൻഫ്ലമേഷനെ, നീർക്കെട്ടിനെ മാറ്റുന്നു. രണ്ടാമത്തത് നമ്മുടെ രക്തം നേർപ്പിച്ച് രക്തക്കുഴലിലൂടെ ഓടുന്നതിന് സഹായിക്കുന്നു. ഇത് നമുക്ക് ഹൃദയാഘാതം പോലെ രക്തത്തിൽ ബ്ലോക്ക് വരുന്ന ടെൻഡൻസിയെ ഗണ്യമായിട്ട് കുറയ്ക്കാൻ സഹായിക്കുന്നു. ഹൃദയത്തിന് മാത്രമല്ല കേട്ടോ, സ്ട്രോക്ക് ടെൻഡൻസി തടയുന്നതിനും ഡെഫിനറ്റ്ലി നട്ട്സ് നല്ലതാണ്. ഇനി രണ്ടാമത്തെ ഇനം ഭക്ഷ്യവർഗ്ഗം എന്ന് പറയുന്നത് തവിടുള്ള ധാന്യങ്ങളാണ്. പലപ്പോഴും നമ്മൾ കഴിക്കുന്ന ധാന്യങ്ങൾ, അതായത് അരി ആയിക്കോട്ടെ, ഗോതമ്പായിക്കോട്ടെ, നമ്മൾ കഴിക്കുന്ന എല്ലാം തന്നെ ഇവയുടെ തവിട് കളഞ്ഞിട്ടാണ്. വെള്ളയരി നമ്മൾ ഉപയോഗിക്കാറുണ്ട്, ഗോതമ്പിനെ ഒന്ന് പോളിഷ് ചെയ്ത് നമ്മൾ ആട്ടയായിട്ട് ഉപയോഗിക്കും, അല്ലെങ്കിൽ മൈദയായിട്ട് ഉപയോഗിക്കും. എന്നാൽ അതിന് പകരം നമ്മൾ ഇവയുടെ തവിടുള്ള ഫോം, ഹോൾ ഗ്രെയിൻസ് നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ ഉപയോഗിച്ചാൽ, ഈവൻ അത് ഓട്സ് ആണെങ്കിൽ പോലും നിങ്ങൾ സ്റ്റീൽ കട്ട് ഓട്സ് ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള ഗുണം ഇതിനകത്തുള്ള ഫൈബറുകളും ഇതിനകത്തുള്ള ഈ ഇൻസോലബിൾ ഫൈബേഴ്സ് നമ്മുടെ ശരീരത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ രക്തത്തിൽ ബ്ലോക്ക് ടെൻഡൻസി ഉണ്ടാകുന്നതിനെ ഗണ്യമായിട്ട് കുറയ്ക്കുന്നു. മാത്രമല്ല ഇത് നമ്മുടെ ശരീരത്തിൽ വളരെ പെട്ടെന്ന് ഗ്ലൈസീമിക് ഇൻഡെക്സ് വാല്യൂ കൂടുന്നതിനെ ചേർക്കുന്നു. അതായത് വളരെ പതിയെ മാത്രം നമ്മുടെ ആമാശയത്തിൽ ഇവ ദഹിച്ച് പതിയെ മാത്രം രക്തത്തിലേക്ക് വലിച്ചെടുക്കപ്പെടുന്നു. ഇത് രക്തത്തിൽ വളരെ പെട്ടെന്ന് ഊർജ്ജം ഉയരുന്നതിനെ തടയുകയും ഹൃദയത്തിൻ്റെ ഭിത്തികളെ സംരക്ഷിക്കുകയും രക്തക്കുഴലിൽ ബ്ലോക്ക് ടെൻഡൻസി തടയുകയും ചെയ്യുന്നു. LDL കുറയാനും നല്ലതാണ്, BP കുറഞ്ഞ് സ്റ്റേബിളായിട്ട് നിൽക്കുകയും ചെയ്യും. ഇനി ഹൃദയത്തിന് വേണ്ടി കഴിക്കേണ്ട മൂന്നാമത്തെ ഭക്ഷ്യവർഗ്ഗം എന്ന് പറയുന്നത് പയറുവർഗ്ഗങ്ങളാണ്. പയറുവർഗ്ഗം എന്ന് പറഞ്ഞാൽ ചെറുപയർ, വൻപയർ, കടല, പരിപ്പ്, തൂരപ്പയർ, ചതുരപ്പയർ, വൻപയർ പോലെ നമ്മുടെ വീട്ടിനും പരിസരത്തും കിട്ടുന്ന എല്ലാ ഇനം പയറുവർഗ്ഗങ്ങളും നമ്മുടെ ഹൃദയത്തിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും. പലപ്പോഴും ഞാൻ എൻ്റെ മുൻപുള്ള വീഡിയോസിൽ പറയാറുണ്ടല്ലോ, നിങ്ങൾ പയർ അല്ലെങ്കിൽ കടല ഒരു ബൗൾ കഴിക്കണമെന്ന്. കാരണം ഇതിനകത്തൊന്ന് സോലുബിളും ഇൻസോലുബിളും ഫൈബേഴ്സ് നിറയെ അടങ്ങിയിട്ടുണ്ട്.
ഫോളേറ്റ്സ് അടങ്ങിയിട്ടുണ്ട്, ഫോലിക് ആസിഡ് നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട്, മെഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല ഇവയ്ക്കകത്ത് ഉയർന്ന അളവിൽ പ്രോട്ടീൻസും അടങ്ങിയിട്ടുണ്ട്. സോ ഈ പ്രോട്ടീൻ്റെയും ഫൈബറിൻ്റെയും മെഗ്നീഷ്യത്തിൻ്റെയും കോമ്പിനേഷൻ ഡെഫിനറ്റ്ലി നമ്മുടെ രക്തക്കുഴലിൻ്റെ ആരോഗ്യം, നമ്മുടെ കാപ്പിലറീസിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കാനും രക്തക്കുഴലിനകത്ത് ബ്ലോക്ക് ടെൻഡൻസി തടയുന്നതിനും ഡെഫിനറ്റ്ലി സഹായിക്കുന്നുണ്ട്. ഇനി നാലാമത്തെ ഇനം ഭക്ഷണം എന്ന് പറയുന്നത് ഉള്ളിയും വെളുത്തുള്ളിയുമാണ്. ഉള്ളി നിങ്ങൾക്കറിയാം, ഡെഫിനറ്റ്ലി ഇവയ്ക്കകത്ത് സൾഫർ സംയുക്തങ്ങളുണ്ട്, ഫൈബർ അടങ്ങിയിട്ടുണ്ട്. കൂടാതെ വെളുത്തുള്ളിയാണ് പലപ്പോഴും നമ്മുടെ ഹൃദയത്തിന് ഏറ്റവും സപ്പോർട്ടീവായിട്ടുള്ള ഒരു ഭക്ഷ്യവിഭാഗം എന്ന് പറയുന്നത്. ഇതിന് രണ്ട് തരത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഒന്ന്, ഇത് കൊളസ്ട്രോൾ കുറയാൻ സഹായിക്കും. രണ്ടാമത്തത് നമ്മുടെ രക്തസമ്മർദ്ദത്തിനെ മിതമാക്കി ഉയരാതെ നിലനിർത്തുന്നതിന് സഹായിക്കും. വെളുത്തുള്ളി എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് വിശദീകരിക്കാം. വെളുത്തുള്ളിക്കകത്ത് അല്ലിസിൻ എന്ന് പറയുന്ന ഒരു ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയിട്ടുണ്ട്. ഈ അല്ലിസിനാണ് നമ്മൾ വായിൽ ഇട്ട് നമ്മൾ ചവയ്ക്കുന്ന സമയത്ത് വെളുത്തുള്ളിയിലെ അല്ലിസിൻ നമ്മുടെ ഉമിനീരുമായിട്ട് ചേർന്ന് അല്ലിഡിൻ എന്ന് പറയുന്ന ഒരു കെമിക്കലായിട്ട് മാറും. പലപ്പോഴും നമ്മൾ വെളുത്തുള്ളി വായിലിട്ട് ചവയ്ക്കുന്ന സമയത്ത് നമുക്കൊരു പുകച്ചിൽ അനുഭവപ്പെടത്തില്ലേ, അത് ഈ അലിഡിൻ ഫോം ചെയ്യുന്നത് കൊണ്ട് സംഭവിക്കുന്നതാണ്. ഈ അലിഡിൻ നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിയുമ്പോൾ അത് നമ്മുടെ കൊളസ്ട്രോളിനെ മിതപ്പെടുത്തി നിർത്താൻ സഹായിക്കുന്നു. LDL കുറച്ച് HDL വർദ്ധിപ്പിച്ച് ട്രൈഗ്ലിസറൈഡിനെ കൺട്രോൾ ചെയ്യുന്നത് വെളുത്തുള്ളി നമ്മളിങ്ങനെ ചവച്ച് കഴിക്കുമ്പോഴാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി പതിവായിട്ട് കഴിക്കണം. പലരും ഇത് കേട്ടിട്ട് വെളുത്തുള്ളി ക്യാപ്സൂൾ ഫോമിലോ അല്ലെങ്കിൽ വെളുത്തുള്ളി പൊടിച്ചിട്ടോ ഒക്കെ നമ്മൾ വിഴുങ്ങുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെയല്ല, വെളുത്തുള്ളി അച്ചാർ ഫോമിലോ അല്ല, നിങ്ങൾ കറികളിൽ ചേർത്ത് ചവച്ചരച്ച് സാധാരണ ഫുഡ് കഴിക്കുന്ന പോലെ ചവച്ചരച്ച് കഴിക്കാൻ ശ്രമിക്കുക. ഇനി അഞ്ചാമത്തെ ഭക്ഷ്യവിഭാഗം എന്ന് പറയുന്നത് മത്സ്യങ്ങളാണ്. മത്സ്യത്തിൻ്റെ പ്രത്യേകത ഒന്നത് ലീൻ പ്രോട്ടീനാണ്. നമുക്ക് വളരെ സേഫായിട്ട് നമ്മുടെ വൃക്കകൾക്കും കരളിനും ഹൃദയത്തിനും ഏറ്റവും സേഫായിട്ട് കഴിക്കാൻ പറ്റുന്ന പ്രോട്ടീൻ എന്ന് പറയുന്നത് മത്സ്യമാണ്. ചെറിയ മത്സ്യങ്ങളും വലിയ മത്സ്യങ്ങളും നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. പിന്നെ ഇതിനകത്തുള്ളത് omega-3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കരളിനും നമ്മുടെ ഹൃദയത്തിനും ഏറ്റവും സപ്പോർട്ടീവായിട്ടുള്ള ഫാറ്റി ആസിഡ് ഗ്രൂപ്പാണ് ഈ omega-3 എന്ന് പറയുന്നത്. ഇത് നമ്മുടെ രക്തക്കുഴലിന് ഡെഫിനറ്റ്ലി ഇത് നമ്മുടെ രക്തം തിന്നാക്കാൻ സഹായിക്കുന്നു. രക്തക്കുഴലിൻ്റെ ഇലാസ്റ്റിസിറ്റി നിലനിർത്താനായിട്ട് സഹായിക്കുന്നുണ്ട്. നിങ്ങൾ മത്സ്യം കഴിക്കേണ്ടത് പൊരിച്ചിട്ടല്ല. പൊരിക്കുന്ന സമയത്ത് ഇതിനകത്ത് ഈ പ്രോട്ടീൻ കൊഴുപ്പ് സംയുക്തങ്ങൾ ഒത്തിരി കരിയാനും ഇവയുടെ ഒരു കെമിക്കൽ ചേഞ്ചസ് നമ്മുടെ ഹൃദയത്തിന് അത്ര സപ്പോർട്ടീവാണെന്ന് പറയാൻ പറ്റില്ല. ഏറ്റവും നല്ലത് നിങ്ങൾ കറി വെച്ച് കഴിക്കുക എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചാള, ചൂര, അയല പോലുള്ള മത്സ്യങ്ങൾ നമ്മൾ ധാരാളമായിട്ട് നിങ്ങൾക്ക് ഫുഡിൽ ഉൾപ്പെടുത്താം. ഇല്ലെങ്കിൽ ചെറിയ മത്സ്യങ്ങളില്ലേ, നമ്മൾ കാരൽ മീനെന്നോ കൊഴുവ, നെത്തോലി എന്ന് വിളിക്കുന്ന മത്സ്യങ്ങളോ എല്ലാം തന്നെ ഹൃദയത്തിന് വളരെ സപ്പോർട്ടീവാണ്, നല്ലതാണ്. പതിവായിട്ട് ഇവ നിങ്ങളുടെ ഫുഡിൽ ഉൾപ്പെടുത്തുക. പലപ്പോഴും നിങ്ങൾ ചോറ് കഴിക്കുന്ന സമയത്ത് ചോറിൻ്റെ ക്വാണ്ടിറ്റി ഒരു അല്പം കുറച്ചിട്ട് മത്സ്യത്തിൻ്റെ അളവ് കൂട്ടി ഉപയോഗിക്കുന്നതായിരിക്കും എപ്പോഴും നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് വയറ് നിറയും. കാരണം ഈ ലീൻ പ്രോട്ടീൻ മത്സ്യം നമ്മൾ കൂടുതൽ കഴിക്കുന്നത് പെട്ടെന്ന് വയറ് നിറഞ്ഞു എന്നൊരു ഫീല് നമുക്ക് കൊണ്ടുവരാനായിട്ട് സഹായിക്കും. ഇനി ഹൃദയാരോഗ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഫ്രൂട്ട്സ് അഥവാ പഴവർഗ്ഗങ്ങളാണ്. പഴത്തിനകത്ത് ഡെഫിനറ്റ്ലി ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ആൻറ്റി ഓക്സിഡൻസും വൈറ്റമിൻസും അടങ്ങിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ രക്തത്തിൽ ഫോം ചെയ്യപ്പെടുന്ന ഫ്രീ റാഡിക്കൽസ് ഉണ്ട്. നമ്മൾ അമിതമായിട്ട് ടെൻഷൻ ആയാലോ നമ്മുടെ ശരീരത്തിലേക്ക് പല വിധത്തിൽ എത്തിക്കുന്ന കെമിക്കൽസ്, ടോക്സിൻസ് എല്ലാം തന്നെ നമ്മുടെ ശരീരത്തിന് ദോഷകരമായിട്ടുള്ള ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്ന ചില ഇനം കെമിക്കൽസ് ഫോം ചെയ്യാൻ കാരണമാകും. എന്നാൽ നമ്മുടെ ശരീരത്തിലേക്ക് ഈ ഫ്രൂട്ട്സിനകത്ത് അടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസും വൈറ്റമിൻസും ഈ ഫ്രീ റാഡിക്കൽസിനെ നിർവീര്യമാക്കി ശരീരത്തിൽ നിന്നും പുറന്തള്ളാനായിട്ട് സഹായിക്കും. ഇത് നമ്മുടെ ഹൃദയത്തിന്, നമ്മുടെ കരളിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. എപ്പോഴും നമ്മുടെ രക്തത്തിലുള്ള ട്രൈഗ്ലിസറൈഡ് ലെവൽ കൺട്രോൾ ചെയ്യണം എന്നുണ്ടെങ്കിലോ നമുക്ക് ഒരു ഹെൽത്തി നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം വർദ്ധിക്കുന്നതിനോ HDL വർദ്ധിക്കുന്നതിനോ എല്ലാം തന്നെ ഫ്രൂട്ട്സ് പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഞാൻ മുൻപും എൻ്റെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, രാത്രി ഒരു നേരത്തെ ഭക്ഷണമായിട്ട് നിങ്ങൾ ഫ്രൂട്ട്സ് കഴിക്കാൻ ശ്രമിക്കുക. ഇതിന് കാലറി വാല്യൂ താരതമ്യം നമ്മുടെ മറ്റ് ഫുഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഊർജ്ജത്തിൻ്റെ അളവ് കുറവാണ്. ഗ്ലൈസെമിക് ഇൻഡെക്സ് വാല്യൂ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവയ്ക്കകത്ത് ഫൈബർ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഇവ ഹൃദയത്തിന് നല്ലതാണ്. നമ്മുടെ ആമാശയത്തിന്, നമ്മുടെ കരളിനും ഒരേപോലെ ഇത് ഗുണകരമാണ്. ഇനി നമ്മുടെ ഹൃദയത്തിന് ഏറ്റവും ഗുണകരമായ ഭക്ഷണം എന്ന് പറയുന്നത് ഒലിവ് ഓയിലാണ്. നിങ്ങൾക്കറിയാം, നമ്മുടെ ഓയിൽ വർഗ്ഗങ്ങൾ, എണ്ണ വിഭാഗങ്ങളിൽ നമ്മുടെ ശരീരത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ളത് ഒലിവ് ഓയിലാണ്. നിങ്ങൾക്ക് ഒറിജിനൽ ഒലിവ് ഓയിൽ, അതായത് വേറെ എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സേഫായിട്ട് നമുക്ക് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി ഉപയോഗിക്കാം. കുട്ടികളെ ചെറുപ്പം മുതൽ തന്നെ നമ്മൾ ഈ ഒലിവ് ഓയിൽ ശീലിപ്പിച്ച് വരുന്നതായിരിക്കും നല്ലത്. നമ്മുടെ ഭക്ഷ്യ എണ്ണകളിൽ വെച്ച് ഏറ്റവും കൂടുതൽ omega-3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ഉള്ള ഓയിൽസ് എന്ന് പറയുന്നത് ഈ ഒലിവ് ഓയിലാണ്.
നമ്മൾ ഒലിവ് ഓയിൽ ഗുണകരമാണ് എന്ന് പറയുമ്പോൾ മലയാളികൾ ചെയ്യുന്നത് പിന്നെ നമുക്ക് ഉണ്ടാക്കുന്ന ഫുഡുകൾ, അതായത് പാചകം ചെയ്യുന്ന എണ്ണ, നമുക്ക് പൊരിക്കുന്ന മീനും ഇറച്ചിയൊക്കെ പൊരിക്കാൻ വേണ്ടി ഒലിവ് ഓയിൽ ഉപയോഗിച്ചു എന്ന് വരാം. എന്നാൽ ഒലിവ് ഓയിലിന് ഗുണകരമാണ് എന്ന് കരുതിയിട്ട് നമ്മൾ ഇവ പാകം ചെയ്യാനായിട്ട് അധികം ഉപയോഗിക്കേണ്ട. എപ്പോഴും നമ്മൾ പാകം ചെയ്ത് കഴിഞ്ഞിട്ട് അവയ്ക്ക് മുകളിൽ ഒരല്പം ഒലിവ് ഓയിൽ ചേർക്കുന്നത് അല്ലെങ്കിൽ സാലഡുകൾ ചേർത്ത് കഴിക്കുന്നതുമാണ് ഒലിവ് ഓയിൽ ഏറ്റവും ഹെൽത്തി ആയിട്ട് ഉപയോഗിക്കാൻ നല്ലത്. കാരണം എന്തെന്ന് പറഞ്ഞാൽ മറ്റു എണ്ണകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ ഒലിവ് ഓയിലിന് സ്മോക്ക് പോയിന്റ് വളരെ പെട്ടെന്ന് വരും. അതായത് വളരെ ചെറിയ ടെമ്പറേച്ചറിൽ തന്നെ ഇതിനകത്തുനിന്ന് പുക വരുന്നത് കാണാം. അത് ഈ ഒലിവ് ഓയിലിൻ്റെ ഒരു കൂട്ടിനകത്ത് വ്യത്യാസം വരുത്തുകയും ശരീരത്തിന് ദോഷകരമായ രീതിയിലേക്ക് പോവുകയും ചെയ്യും. അതുകൊണ്ട് ഒരിക്കലും പാചകം ചെയ്യുന്നതിന് വേണ്ടി ഒലിവ് ഓയിൽ അധികം ഉപയോഗിക്കാതിരിക്കുക. ഏറ്റവും നല്ലത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഫുഡ് പാകം ചെയ്തതിന് ശേഷം ഒരല്പം നമ്മൾ എണ്ണ താളിക്കുക എന്ന് പറയത്തില്ലേ, കുറച്ച് എണ്ണ ഒഴിക്കുക. അതല്ലെങ്കിൽ സാലഡ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് നമ്മൾ കുറച്ച് ഒലിവ് ഓയിൽ ചേർത്ത് കഴിഞ്ഞാൽ വളരെ ഹെൽത്തി ആയിട്ട് നമുക്കിത് കഴിക്കാൻ സാധിക്കും. ഹൃദയത്തിന് ഏറ്റവും സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന, നമുക്ക് ഗുണകരമായിട്ടുള്ള കൊഴുപ്പ്, പ്രത്യേകിച്ച് HDL അതായത് ഗുഡ് കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിന് വർദ്ധിക്കണം എന്നുണ്ടെങ്കിൽ ഒലിവ് ഓയിൽ നിർബന്ധമായിട്ടും കഴിച്ചിരിക്കണം. ഇനി ഹാർട്ട് അറ്റാക്ക് തടയുവാൻ നിർബന്ധമായും കഴിച്ചിരിക്കേണ്ട 8ാമത്തെ ഭക്ഷണം എന്ന് പറയുന്നത് ക്രൂസിഫറസ് വെജിറ്റബിൾസ് ആണ്. ക്രൂസിഫറസ് വെജിറ്റബിൾസ് എന്ന് പറഞ്ഞ ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കാം. ക്യാബേജ്, കോളിഫ്ലവർ, ബ്രോക്കോളി, റാഡിഷ് പോലുള്ളവ നിങ്ങൾ പതിവായിട്ട് ഫുഡിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ആഴ്ചയിൽ 4 ദിവസമെങ്കിലും ഇവ ഒരു ദിവസം ഒരു 50 ഗ്രാമെങ്കിലും നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രമിക്കുക. ഇവയുടെ ഗുണമെന്ന് പറയുന്നത്, ഒന്ന്, റിച്ച് ആയിട്ടുള്ള ഫൈബേഴ്സ് ഉണ്ട്. ഏറ്റവും കൂടുതൽ നമ്മുടെ ശരീരത്തിനകത്ത്, പ്രത്യേകിച്ച് നമ്മുടെ കുടലിലും നമ്മുടെ രക്തക്കുഴലിനകത്ത് ബ്ലോക്ക് ടെൻഡൻസി തടയുന്നതിന്, നമ്മുടെ രക്തക്കുഴലിനകത്ത് കൊഴുപ്പ് കട്ടകൾ പറ്റിപ്പിടിക്കാതിരിക്കുന്നതിന് നമ്മുടെ ഈ ക്രൂസിഫറസ് വെജിറ്റബിൾസിനകത്തുള്ള ആൻറ്റി ഓക്സിഡൻസിന് കഴിവുണ്ട്. മാത്രമല്ല ഇതിനകത്ത് മിനറൽസും വൈറ്റമിൻസും ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. പതിവായിട്ട് ഇതിനെപ്പറ്റിയുള്ള പഠനങ്ങൾ കണ്ടിട്ടുള്ളത്, ദിവസവും നമ്മൾ ഒരു 10 ഗ്രാം അഡീഷണലായിട്ട് ക്രൂസിഫറസ് വെജിറ്റബിൾസ് കഴിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മുടെ രക്തക്കുഴലിനകത്ത് ബ്ലോക്ക് ഉണ്ടാക്കുന്ന ടെൻഡൻസി, അതായത് രക്തക്കുഴലിൻ്റെ കട്ടി 0.8% വരെ കുറയ്ക്കും. ഓരോ ദിവസവും നമ്മൾ 10 ഗ്രാം അഡീഷണൽ ക്രൂസിഫറസ് വെജിറ്റബിൾസ് കഴിച്ചാൽ 0.8% രക്തക്കുഴലിൻ്റെ കട്ടി കുറയ്ക്കുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാനീ പറഞ്ഞ നമ്മുടെ നാട്ടിൽ വളരെ സുലഭമായിട്ട് നമുക്ക് ക്യാബേജ്, കോളിഫ്ലവർ, ബ്രോക്കോളി പോലുള്ളവ ഇന്ന് ലഭ്യമാണ്. അവ നിങ്ങൾ ചെറുപ്പം മുതൽ തന്നെ കഴിച്ച് ശീലിക്കാൻ ശ്രമിക്കുക. ഡെഫിനറ്റ്ലി നമുക്ക് ഹൃദയത്തിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ സാധിക്കും. ഞാനീ പറഞ്ഞ കാര്യങ്ങൾ നിർബന്ധമായിട്ടും ചെറുപ്പക്കാർ, അത് സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും കഴിച്ച് ശീലിച്ച് നോക്കി. പലരും ഫുഡ് കഴിക്കുക എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഒരു സ്പിരിറ്റിന് കുറച്ച് നാൾ ഞാനീ പറഞ്ഞത് പാലിക്കും, വീണ്ടും പഴയപടിയാവും. എന്നാൽ അങ്ങനെയല്ല. നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലിൽ, ഒരു ചിട്ടയിൽ നമ്മൾ ഇതൊന്ന് പാലിച്ച് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് വലിയൊരളവ് വരെ ഹൃദയാഘാതത്തിൻ്റെ ടെൻഡൻസി കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും. മാത്രമല്ല ദിവസവും ഒരു 45 മിനിറ്റ് ഒരു മിതമായിട്ടുള്ള എക്സസൈസ്, അതായത് ഒരു മോഡറേറ്റ് എക്സസൈസ് എന്ന് പറയും, ചെറിയ വ്യായാമമോ കടുത്ത വ്യായാമമോ അല്ല, മോഡറേറ്റുള്ള വ്യായാമം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വ്യായാമം കൊണ്ട് മാത്രം ഹാർട്ട് അറ്റാക്ക് ടെൻഡൻസി 44% വരെ തടയാമെന്നും പഠനത്തിൽ കണ്ടിട്ടുണ്ട്. സോ ഈ തരത്തിൽ ശരിയായിട്ടുള്ള ഉറക്കവും ചിട്ടയായിട്ടുള്ള വ്യായാമവും ഞാനീ പറഞ്ഞ 8 ഇനം ഭക്ഷണത്തിൻ്റെ ഉപയോഗവും ഉണ്ടെങ്കിൽ നമുക്ക് 90% വരെ ഈ ഹാർട്ട് അറ്റാക്ക് ടെൻഡൻസി തടഞ്ഞ് സുഖകരമായിട്ട് മുന്നോട്ട് ജീവിക്കാൻ സാധിക്കും. ഈ ഇൻഫർമേഷൻ നിങ്ങളെല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. ഇന്ന് ചെറുപ്പക്കാർക്കിടയിൽ ഹാർട്ട് അറ്റാക്കും കുഴഞ്ഞു വീണുള്ള മരണവും കൂടി വരുന്നൊരു സാഹചര്യത്തിൽ ഞാനീ പറഞ്ഞ ഇൻഫർമേഷൻ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. ബൈ.